ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ്. പലരും ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരു വചനം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, എന്ത് ചെയ്തിട്ട് ശരിയാവുന്നില്ലെന്ന് ചോദിക്കുന്ന ഒരു വിഷയമാണ് സമ്പന്നനാകാൻ, റിച്ച് ആകാനായിട്ട് എന്ത് ചെയ്യണം. ഭയങ്കര സാമ്പത്തിക പ്രശ്നവും ഞെരുക്കവും കടബാധയായിട്ട് വരിക. അപ്പോൾ ഈ വിഷയം കേട്ടാൽ ഒന്നും കൂടി നെറ്റും ചുളിച്ച് അല്ലെങ്കിൽ കമൻറ്റും പറഞ്ഞിട്ട് ഓടിപ്പോവും. വിഷയം ഇതാണ്, ദൈവവചനത്തിൽ പറയുന്നതിന് ഒരു മാറ്റമില്ല. സുഭാഷിതം 11:25 ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും. മുള്ളുകൊണ്ട് എടുക്കാൻ പറ്റും. അപ്പോൾ സാമ്പത്തിക മേഖല പുരോഗതിക്ക് എന്തു വേണം? അതിനാണ് ദാനധർമ്മം. ഇനി എങ്ങനെ കൊടുക്കും? ഉണ്ടായിട്ടുണ്ട്, അവനവൻ്റെ കാര്യം തന്നെ കട്ടപ്പുക എന്ന് പറയും. തോബിത്ത് 4:8 സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക, കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കണം. ദൈവം നേരിട്ട് വിലയിടുന്ന ഒരു കാര്യമാണ്. ഇല്ലായ്മയിൽ നിന്ന് കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. തോബിത്ത് 4:8. അതിനെക്കുറിച്ച് പ്രഭാഷകൻ 40:17 പറയുകയാണ്, കാരുണ്യം അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ്. ദൈവമേ, വീണ്ടും പറയുന്നത് അത് തന്നെയാണ് അല്ലേ. ആരാമം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂന്തോട്ടം, ഗാർഡനിൽ എന്താണ്? ഗാർഡൻ ഒരു കുടുംബത്തിൻ്റെ ഒരു സമൃദ്ധി, ഐശ്വര്യം, ഒരു എന്താ പറയുന്നത്, ആ സമൃദ്ധി, സമ്പന്നത എല്ലാം തുറന്ന് കാണിക്കുകയാണ്. എന്തെല്ലാം തരം ചെടികൾ, എന്തെല്ലാം തരം പൂക്കൾ, അത് കാണുമ്പോൾ തന്നെ മനസ്സെന്നറിയും. അപ്പോൾ കാരുണ്യം എന്ന് പറയുമ്പോൾ അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ്. ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു. അപ്പം മറന്നു പോകരുത്. പ്രഭാഷകൻ 40:17 ഇപ്പോൾ കേട്ടത്. ആദ്യത്തെ വചനം, ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാണ്. ഉദാരമായിട്ട് കൊടുത്തേക്കണം. പിന്നെ കെട്ടൊന്നും പാടൊന്നും പാടില്ല. മനസ്സൊക്കെ ഫ്രീ ആക്കി റിലാക്സ് ആയിട്ട് ദൈവത്തിനാ കൊടുക്കുന്ന ഓർത്ത് ഇല്ലായ്മയിൽ നിന്ന് കൊടുത്തോ ഉടനടി ഫലം വരും. വീണ്ടും പാപത്തിന് പരിഹാരമാണെന്നാണ് പറയുന്നത്. പ്രഭാഷകൻ 3:30 പറയുന്നു, ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. ചിലരൊക്കെ പറയും, ഇനി വല്ല പാപവും കിടപ്പുണ്ട, വല്ല കെട്ടുണ്ട, പൂർവ്വകടമുണ്ട, അങ്ങനെയൊക്കെ ചോദിക്കും. ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് പറയും. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്താണ് വചനം പ്രഭാഷകൻ 3:30 പറയുന്നത്. ദാനധർമ്മം ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. പിന്നെ എല്ലാ തിന്മകളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും. പ്രഭാഷകൻ 29:12 വചനം പറയുന്നുണ്ട്. അപ്പോൾ ഈ വചനം നമുക്ക് സ്വീകരിക്കാം. സമൃദ്ധിയുടെ, സമ്പന്നതയുടെ അഭിഷേകം ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. ഹല്ലേലൂയ.